ഇറാൻ യുദ്ധം രണ്ടാം ഘട്ടത്തിൽ കടുത്തു തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. അമേരിക്ക വീണ്ടും ഇറാനെതിരെ ആക്രമണം തുടങ്ങിയിട്ട് ഒരാഴ്ചയാകുന്നു. ശക്തമായി തിരിച്ചടിച്ച് ഇറാനും വിട്ടുകൊടുക്കുന്നില്ല. ഇരുവിഭാഗവും ഒരിഞ്ചു പോലും പിന്നോട്ടു പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷം വൻ യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കയുണ്ട് ലോകത്തിന്. യുദ്ധത്തെ തുടർന്നുള്ള പ്രതിസന്ധികൾക്ക് പുറമെ അസംസ്കൃത എണ്ണ, വാതകം തുടങ്ങിയവയുടെ നീക്കവും നിലയ്ക്കുമെന്ന ആശങ്കയുണ്ട്. സൂയസ് കനാൽ വഴി ചെങ്കടൽ കടന്നെത്തുന്ന കപ്പലുകളെ ബാബൽ മന്ദബിൽ ഇറാന്റെ സഖ്യകക്ഷിയായ ഹൂത്തികൾ തടസ്സപ്പെടുത്തുക കൂടി ചെയ്താൽ വലിയ പ്രതിസന്ധിയിലാകും ലോകം. അമേരിക്ക ആക്രമണം നിർത്തിയില്ല എങ്കിൽ ലോകം പട്ടിണിയിലാകും എന്ന ഇറാന്റെ മുന്നറിയിപ്പ് ഇവിടെ പ്രസക്തമാകുന്നു. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും യുദ്ധമുഖത്ത് ബോംബുകളും മിസൈലുകളും പറന്നു വീണ് നാശമുണ്ടാക്കുന്നതിൽ കുറവൊന്നും വന്നിട്ടില്ല. അമേരിക്കയുടെ ആക്രമണത്തിന് മറുപടിയായി കുവൈറ്റിൽ കനത്ത വ്യോമാക്രമണം നടത്തി ഇറാൻ. കടൽ ജല ശുദ്ധീകരണ പ്ലാന്റുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ കുവൈറ്റ് വ്യോമപാത അടച്ചു. ഇതോടെ ഇന്നത്തെ മിക്ക വിമാന സർവീസുകളും പുനഃക്രമീകരിക്കുകയാണ് എന്ന് കുവൈറ്റ് എയർവേസ് അറിയിക്കുകയും ചെയ്തു. അനുമതിയില്ലാതെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ഇറാൻ ലക്ഷ്യമിടുന്നത് തുടരുകയുമാണ്. യുദ്ധത്തിന്റെ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അമേരിക്കയും ഇറാനും ഉണ്ടാക്കുന്ന ആഖ്യാനങ്ങൾ അഥവാ നരേറ്റീവാണ്. ഫെബ്രുവരി 28-ന് ഇറാനെ ആക്രമിച്ചുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും യുദ്ധം തുടങ്ങിയത്. ഇറാനിൽ അമേരിക്ക ഇസ്രായേൽ സഖ്യം നടത്തിയ ആക്രമണങ്ങളുടെ വിവരങ്ങളും ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പല വിവരങ്ങളും സ്വതന്ത്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇറാനിൽ മറ്റ് മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും പ്രവേശനമില്ലാത്തതിനാൽ അവരുടെ മണ്ണിലുണ്ടായ നാശത്തിൻ്റെയോ അവർ നടത്തിയ ആക്രമണങ്ങളുടെ വിശദാംശങ്ങളോ ഇറാൻ പുറത്തുവിട്ടില്ല. ചില അമേരിക്കൻ വിമാനങ്ങൾ തകർത്തതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു എന്നതൊഴിച്ചാൽ ഇറാനിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. അമേരിക്കയ്ക്ക് വലിയ നാശമുണ്ടാക്കിയെന്ന് ഇറാൻ അവകാശവാദം ഉന്നയിക്കുമ്പോഴും ആദ്യം നിഷേധിക്കുകയും 2 ദിവസം കഴിഞ്ഞ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അമേരിക്ക. കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം അമേരിക്കയ്ക്കുണ്ടായി എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. യുദ്ധം പരാജയമായി എന്ന ആഖ്യാനമുണ്ടാകാൻ അത് കാരണമായി. ചർച്ച, വെടിനിർത്തൽ, സമാധാനം തുടങ്ങിയ വാക്കുകൾ ആദ്യം പറഞ്ഞത് ട്രംപായിരുന്നു. യുദ്ധത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കിണഞ്ഞു ശ്രമിക്കുന്ന ട്രംപിനെയാണ് ലോകം കണ്ടത്. ഇറാന് വലിയ നാശമുണ്ടാക്കിയെന്ന അവകാശവാദം പലതവണ ആവർത്തിച്ചുവെങ്കിലും ഒപ്പമുള്ളവർ പോലും അത് വിശ്വസിച്ചില്ല. ആ ഒപ്റ്റിക്സ് അഥവാ ദൃശ്യം മാറ്റാനുള്ള ശ്രമമാണ് രണ്ടാം ഘട്ട ഇറാൻ യുദ്ധത്തിൽ കാണുന്നത്. അമേരിക്ക ശക്തമായി ആക്രമിക്കുന്നു എന്ന് പറയുന്നു. അത് പറയുന്നത് വൈറ്റ് ഹൗസ് അല്ല, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന US സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോമാണ്. സൈന്യത്തിലെ ഡെയിലി ബ്രീഫിംഗ് മാതൃകയിൽ എല്ലാ ദിവസവും ആക്രമണത്തിന്റെ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തെ അറിയിക്കുന്നു. താനാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്ന് കാട്ടാൻ ട്രംപ് ഇടയ്ക്കിടെ സമാന പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ എന്ത് നാശമുണ്ടായി എന്ന് പറയാൻ പക്ഷേ സെൻകോം മുതിരുന്നില്ല. ഗൾഫ് അറബ് മണ്ണിലെ സൈനിക കേന്ദ്രങ്ങളെയാണ് ഇറാൻ ആക്രമിക്കുന്നത്. അമേരിക്കൻ വിമാനങ്ങൾക്ക് വായുവിൽ വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന റീഫ്യൂവലിംഗ് വിമാനങ്ങളെ ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. വലിയ വിലയുള്ള MQ-9 ഡ്രോൺ, ഫൈറ്റർ ജെറ്റുകൾ തുടങ്ങി നിരവധി സൈനിക സാമഗ്രികളെ ചാമ്പലാക്കിയെന്ന് ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു അവകാശവാദത്തെയും തള്ളാനോ കൊള്ളാനോ അമേരിക്ക മുതിരുന്നില്ല. സെൻകോം ആക്രമണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നതിനാൽ അവർക്ക് തങ്ങൾ നേരിട്ട നാശനഷ്ടത്തെക്കുറിച്ച് അറിവില്ല എന്ന് വാദിക്കാം. എന്നാൽ പെന്റഗൺ, വൈറ്റ് ഹൗസ് എന്നിവയൊന്നും ഇതിൽ പ്രതികരിക്കുന്നില്ല. യുദ്ധത്തിൽ വീണ്ടും പരാജയപ്പെടുന്നു എന്ന പ്രതീതി ഒഴിവാക്കുകയാകും ലക്ഷ്യം. യുദ്ധമായാൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇറാനെ ചെറിയ മീനായാണ് ട്രംപ് എപ്പോഴും കാണുന്നത്. അത്തരമൊരു രാജ്യം ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ തങ്ങൾക്കുണ്ടാക്കിയെന്ന് സമ്മതിച്ചാൽ അത് പരാജയമായി തന്നെ ലോകം വിലയിരുത്തും. അതിനാൽ സംഭവിച്ച നഷ്ടം സഹിക്കാം, പക്ഷേ ഇരുചെവി അറിയരുത് എന്ന നിലപാടിലാണ് അമേരിക്ക എന്ന് ചില അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നുണ്ട്. ഇറാനാകട്ടെ കയറയടിക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. അടിക്ക് തിരിച്ചടി എന്ന നിലപാട് മാറ്റി. കാരണം ആദ്യഘട്ട യുദ്ധത്തിൽ ഇറാനിൽ വ്യാപകമായി ആക്രമണം നടത്തിയിരുന്ന അമേരിക്ക ഇത്തവണ നിശ്ചിത ലക്ഷ്യങ്ങളിലേക്കാണ് ബോംബുകൾ ഇടുന്നത്. ഖിഷം, ബന്ദർ അബ്ബാസ് തുടങ്ങിയ ഹോർമൂസിന്റെ നിയന്ത്രണത്തിന് നിർണായകമായ പ്രദേശങ്ങളാണ് അമേരിക്ക ആക്രമിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ടവറുകൾ, ബോട്ട് ജെട്ടികൾ തുടങ്ങി തുറമുഖ മേഖലകളിലെ സംവിധാനങ്ങളെ വരെ ഉന്നമിടുന്നു. നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രം ആക്രമണം നടത്തുക, അവിടങ്ങളിൽ നിരന്തരം ബോംബിടുക. കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ആക്രമണത്തിന്റെ രീതിയാണ് അത്. ഇറാന്റെ നാവികശേഷി പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ശ്രമം.
ഇതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയോ സംവിധാനങ്ങളോ ഇറാനില്ല. വർഷങ്ങളായുള്ള ഉപരോധവും സാമ്പത്തിക തകർച്ചയും കാരണം അത്യാധുനിക സജ്ജീകരണങ്ങളോ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളോ വാങ്ങാൻ ഇറാന് കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലിന്റെ പുകൾപെറ്റ അയൺ ഡോം സംവിധാനത്തിന്റെ കരട് രൂപം പോലും ഇറാനിലില്ല. പറന്നെത്തുന്ന ബോംബുകളെല്ലാം ഇറാൻ മണ്ണിൽ കൃത്യമായി വീഴുന്നു. നിരവധി പേർ മരിക്കുന്നു. ഇതൊന്നും തടയാൻ ഇറാന് കഴിയുന്നില്ല. അതിനാൽ മറുതന്ത്രം പയറ്റുകയാണ് ഇറാൻ. ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധത്തിൽ ഇറാന്റെ തിരിച്ചടി ഏറെയും UAE ലക്ഷ്യമിട്ടായിരുന്നു. ഇത്തവണ UAE ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് മാറി സ്വതന്ത്രമായി എണ്ണ വിൽക്കുകയാണ്. അവരെ ഇത്തവണ ഇറാൻ ശക്തമായി ആക്രമിക്കുന്നില്ല. UAE സൈനിക കേന്ദ്രങ്ങളിൽ മാത്രമാണ് ആക്രമണം. കഴിഞ്ഞ തവണ അവരുടെ പ്രധാന നഗരങ്ങളെയും ആക്രമിച്ചിരുന്നു ഇറാൻ. UAE പ്രതിച്ഛായ ഇല്ലാതാക്കൽ കൂടി ഇറാന്റെ ലക്ഷ്യമായിരുന്നു അന്ന്. ഇപ്പോൾ അവർ GCCയിൽ തുടരുന്നുവെങ്കിലും എണ്ണ ഉൽപ്പാദകരുടെ കൂട്ടായ്മയായ ഒപെക്, OPEC പ്ലസ് എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു. GCCയിലെ ഈ പിളർപ്പിന് കാരണം ഇറാന്റെ ആക്രമണമാണ്. ഇറാൻ വിചാരിച്ചിടത്തേക്ക് കാര്യങ്ങൾ ചെറിയ തോതിലെങ്കിലും എത്തിയതിനാൽ UAE അധികം ശല്യപ്പെടുത്തേണ്ട എന്ന് ഇറാൻ കരുതുന്നുണ്ടാകാം എന്ന് ചില അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നുമുണ്ട്. ഇത്തവണ ഇറാൻ ആക്രമിക്കാതെ വെറുതെ വിട്ട രാജ്യമാണ് സൗദി അറേബ്യ. ആദ്യഘട്ട യുദ്ധത്തിൽ ഇറാനെ ആക്രമിക്കാൻ ഒപ്പം കൂടാം എന്ന് പറഞ്ഞ സൗദി യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുള്ള നിലപാടിലാണ്. ഇതും ഇറാൻ ആദ്യഘട്ടം യുദ്ധത്തിൽ നടത്തിയ ആക്രമണങ്ങളുടെ ഫലമാണ്. അമേരിക്കയുടെ സംരക്ഷണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട സൗദി ഇറാനുമായി രഹസ്യധാരണ ഉണ്ടാക്കിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഹോർമൂസ് വഴി മാത്രമേ എണ്ണ വിതരണം നടത്താനാകൂ. എന്നാൽ ബാബൽ മന്ദബ് വഴിയും സൗദി എണ്ണ വിൽക്കുന്നുണ്ട്. ആദ്യഘട്ട യുദ്ധത്തിലും അവർ എണ്ണ വിറ്റിരുന്നു. അത് തുടരാനാണ് ഇറാനുമായി ബന്ധം തുടരുന്നത്. ഇപ്പോൾ ഇറാന്റെ സഖ്യകക്ഷികളായ ഹൂത്തികളെ ഉപയോഗിച്ച് ബാബൽ മന്ദബ് കടലിടുക്കും അടയ്ക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. തങ്ങളുടെ കപ്പലുകൾക്ക് ഇളവ് കിട്ടുമെന്ന് സൗദി പ്രതീക്ഷിക്കുന്നു. എന്തായാലും സൗദിയും UAEയും അമേരിക്കയുടെ സംരക്ഷണത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇറാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചുള്ള നീക്കങ്ങളാണ് അവർ ഇപ്പോൾ നടത്തുന്നത്. ആദ്യഘട്ട യുദ്ധത്തിൽ അമേരിക്കയെ കൊണ്ട് യുദ്ധം നിർത്തിക്കാൻ കൂടി ഉദ്ദേശിച്ചാണ് ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചത്. ആദ്യം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ മാത്രം ആക്രമിച്ച ഇറാൻ പിന്നാലെ ജനവാസ കേന്ദ്രങ്ങളിലും കാമികാസെ ഡ്രോണുകളും മിസൈലുകളും അയച്ചു. പ്രതിരോധ സംവിധാനങ്ങൾ ഇവയെ തകർത്തുവെങ്കിലും നിരന്തര ആക്രമണം എന്ന ഭീതി സൃഷ്ടിച്ചു ഗൾഫ് രാജ്യങ്ങളിൽ. 4 മാസത്തോളമായപ്പോൾ അമേരിക്ക ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇറാൻ ആവശ്യപ്പെടാത്ത സമയത്ത് അത് ചെയ്തതിന് പിന്നിൽ ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് ഇറാൻ കരുതുന്നു. ഇപ്പോൾ ബാബൽ മന്ദബ് കൂടി അടച്ച് ലോകത്തെ ശ്വാസം മുട്ടിക്കാനാണ് ഇറാന്റെ ശ്രമം. ഹോർമൂസിൽ വീണ്ടും നാവിക ഉപരോധം ഏർപ്പെടുത്തിയെങ്കിലും ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി കുറഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പോരാത്തതിന് ഇറാൻ നിശ്ചയിച്ച കടൽപാതയിലൂടെ മാത്രമേ ഇപ്പോൾ കപ്പലുകൾ പോകുന്നുള്ളൂ. മറ്റ് പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു. ഹോർമൂസിന്റെ അധികാരം തങ്ങൾക്ക് തന്നെയാണ് എന്ന് ആവർത്തിക്കുന്ന ഇറാൻ പ്രവൃത്തിയിലും അത് തെളിയിക്കുന്നു. ഈ അവസരത്തിൽ ബാബൽ മന്ദബ് കൂടി അടച്ചാൽ യൂറോപ്പിലേക്കും മറ്റും പോകുന്ന കപ്പലുകളുടെ സഞ്ചാരവും തടസ്സപ്പെടും. ഭക്ഷണത്തിന് ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങും. ആ സാഹചര്യം ട്രംപിന് മേൽ ഉണ്ടാക്കുന്നത് വലിയ സമ്മർദ്ദമാകും. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ബദലായി ഇറാനുമായി സഹകരിക്കുന്ന പുതിയ ഒരു കൂറുമുന്നണി പോലും ഉണ്ടായേക്കാം എന്ന് ഇറാൻ കണക്ക് കൂട്ടുന്നു. അമേരിക്കയുടെ സൈനിക നടപടിയാണ് ഇന്ന് ലോകം നേരിടുന്ന വിലക്കയറ്റത്തിന് കാരണം. അമേരിക്കയും ഇസ്രയേലിനെയും ഒഴിവാക്കി ഒരു കൂട്ടായ്മയുണ്ടായാൽ അതിൽ ചൈന ചേർന്നേക്കും, ചിലപ്പോൾ റഷ്യയും. അത്തരമൊരു സാഹചര്യം ഉരുത്തിരിയുന്നത് ഇറാന് വലിയ നേട്ടമാണ്. ഇതെല്ലാം പരിഗണിച്ച് യുദ്ധത്തിൽ നിന്ന് അല്പം പോലും പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. 10 വർഷത്തോളം ഇറാഖുമായി യുദ്ധം ചെയ്ത പരിചയം ഇറാന് ആത്മവിശ്വാസം നൽകുന്നു. ഇറാന്റെ 31 പ്രവിശ്യകളിൽ നിന്ന് ശത്രുവിനെ ആക്രമിക്കുന്ന സംവിധാനമുള്ളപ്പോൾ അമേരിക്കയുടെ കേന്ദ്രീകൃത കമാൻഡ് സംവിധാനം ഒരു വെല്ലുവിളിയാകില്ല എന്നും ഇറാൻ വിശ്വസിക്കുന്നുണ്ട്.